DRSനെ ക്രിക്കറ്റ് ലോകത്ത് ഒരു ഓമന പേരുണ്ട്. അത് ധോണി റിവ്യൂ സിസ്റ്റം എന്നാണ്. ഇങ്ങനെ പലരും അതിനെ വിളിക്കാൻ കാരണം ധോണി DRS എടുത്താൽ അത് തെറ്റാറില്ല, ഉറപ്പായിട്ടും അത് വിക്കറ്റ് ആയിരിക്കും. അമ്പയർമാർക്ക് പോലും ധോണിയെ പേടിയാണ്. അത്രയ്ക്കും കൃത്യതയോടെയാണ് ധോണി DRS എടുക്കാറ്. ധോണി എന്ന കീപ്പറെ പോലെ DRS എടുക്കാൻ മറ്റൊരു താരം ഇന്ത്യൻ ടീമിലില്ല. ഇപ്പോഴിതാ ധോണി ഓർമ്മിപ്പിച്ച നിമിഷമുണ്ടായിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഇംഗ്ലണ്ട് T20യിലാണ് സഞ്ജു അതുപോലെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ക്യാപ്റ്റനോട് ചോദിക്കാതെ സഞ്ജു DRS എടുത്തു. പിന്നീട് തേർഡ് അമ്പയർ തീരുമാനം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. ഈ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ നടന്ന മൂന്നാമത്തെ T20യിൽ ഇന്ത്യ തോറ്റിട്ടുണ്ടായിരുന്നു. 26 റൺസിനാണ് ഇംഗ്ലണ്ട് കളി ജയിച്ചത്. അവർ നേടിയ 171 റൺസ് ഇന്ത്യക്ക് മറികടക്കാൻ സാധിച്ചില്ല. 20 ഓവറിൽ ഇന്ത്യ 145 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴിതാ ഇന്നലത്തെ മത്സരത്തിൽ സഞ്ജു ധോണിയായിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ കളിച്ചു വരികയായിരുന്നു. ബട്ട്ലർ ഫോമായാൽ പിന്നെ ഇംഗ്ലണ്ടിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അത് സഞ്ജുവിനെ കൃത്യമായിട്ട് അറിയാം. കളിയുടെ 8ാം ഓവറിലാണ് ആ സംഭവം നടന്നത്. വരുൺ ചക്രവർത്തിയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ബൗൾ ചെയ്തത്. ഇംഗ്ലണ്ടിന് വേണ്ടി ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ക്രീസിലുണ്ടായിരുന്നു. വരുൺ എറിഞ്ഞ ബോള് ബട്ട്ലർ അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ബാറ്റിൽ കൊള്ളാതെ സഞ്ജുവിന്റെ കയ്യിലേക്ക് എത്തി. സഞ്ജു ഉടനെ തന്നെ അത് അപ്പീൽ ചെയ്തു. പക്ഷെ അമ്പയർ അത് ഔട്ട് കൊടുത്തില്ല. ക്യാപ്റ്റൻ സൂര്യ ആകട്ടെ DRS വിളിക്കാൻ താല്പര്യപ്പെട്ടില്ല. എന്നാൽ സഞ്ജു നിർബന്ധപൂർവം സൂര്യയെ കൊണ്ട് അത് DRS വിളിപ്പിച്ചു. അത് ഔട്ടാണെന്ന് സഞ്ജുവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് സൂര്യയോട് DRS എടുക്കാൻ സഞ്ജു ആവശ്യപ്പെട്ടത്. ഒടുവിൽ സൂര്യ അത് DRS എടുത്തു. പിന്നീട് എല്ലാവരും തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. തീരുമാനം വന്നപ്പോൾ സൂര്യ അടക്കം എല്ലാ താരങ്ങളും ഞെട്ടി. അത് ഔട്ടായിരുന്നു. ബട്ട്ലറുടെ ബാറ്റിൽ പന്ത് തട്ടിയിരുന്നു. ശേഷം തേർഡ് അമ്പയർ അത് വിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സഞ്ജു വിളിച്ച DRS ഔട്ടായിരിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും ധോണി ഓർത്തുപോയി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.